പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിന്ധു ഡെൽസൺ, ഹസ്ബൻഡിൻ്റെ പേര് CC ഡെൽസൺ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഞാൻ 2019 മാർച്ച് 19 ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനുശേഷം 2 സാക്ഷ്യങ്ങൾ ഈ പരിശുദ്ധ അൾത്താരയിൽ ഞാൻ പറഞ്ഞു. ഇത് 3ാമത്തെ എൻ്റെ സാക്ഷ്യമാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് എനിക്ക് മാതാവിനെ 24 മണിക്കൂർ ഞാൻ മാതാവിൻ്റെ ഭക്തിയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ പാട്ട് പാടും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാതാവിനെക്കുറിച്ച് എനിക്ക് ആ ഒരു 5-6 ലൈൻ എനിക്ക് ഇങ്ങനെ വന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അത് ഓടിപ്പോയി അത് എഴുതി വെച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നണ ഒരു ട്യൂൺ ഇട്ടിട്ട് ഞാനത് പാടി. മോൻ മ്യൂസിഷ്യനാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കിത് കവർ സോങ് ചെയ്ത് റീല് ചെയ്ത് മാതാവിനെക്കുറിച്ച് എല്ലാവരും അറിയണം. അപ്പോൾ എനിക്ക് മോൻ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവൻ അതിലുള്ള കുറവുകളൊക്കെ തിരുത്തി എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം അതൊക്കെ റെഡിയാക്കി. എനിക്ക് പാടാനുള്ളൊരു സമയം സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ സമയത്താണ് ഒക്ടോബർ 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ പറയുമല്ലോ ഞങ്ങൾക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ. അപ്പോൾ ഞാനും പറഞ്ഞു, മാതാവേ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഗിഫ്റ്റ് വേണമെന്ന്. അപ്പോൾ എനിക്കെന്ത് ഗിഫ്റ്റാത്തായിരുന്നേ ഒക്ടോബർ 26 എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം രാത്രി മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഫിലിമിലേക്കാണ്. അപ്പോൾ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ പാട്ട് ഫിലിമിൽ വരുമോ എന്തോന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അമ്മ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ എന്നെ പാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡയറക്ടർക്ക് അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് എൻ്റെ ആ ഒരു വോയിസായിരുന്നു ആ ഫിലിമിന് വേണ്ടതെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് അന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ആ ഫിലിം ഇച്ചിരി വൈകിയാണ് റിലീസാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊക്കെ മറന്നുപോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിന് ശേഷം എനിക്ക് എപ്പോഴും 777 എന്ന നമ്പർ വരുന്നു. അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എന്താണാവോ എനിക്ക് 7 എന്നുള്ള നമ്പർ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ രജിസേട്ടൻ ഇങ്ങനെ മൂളിയിട്ട് അങ്ങോട്ട് വിട്ടു. പക്ഷേ 7-ാം തീയതി രാവിലെ ഒന്നും സംഭവിച്ചില്ല, ഉച്ചക്കും ഒന്നും സംഭവിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എൻ്റെ മോൻ പറഞ്ഞു, അമ്മയുടെ പാട്ട് ഫിലിമിലേക്ക് എടുത്തു, അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ഇടാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫിലിം അന്നേരം റിലീസായിട്ടില്ല. ആ പാട്ട് ലിറിക്കൽ വീഡിയോ ആയിട്ട് നവംബർ 11-ാം തീയതി അത് ഇട്ടു. പക്ഷെ അന്ന് ആ ഡേറ്റ് മുതൽ ആ വീഡിയോ ആ സോങ് ഭയങ്കരമായിട്ട് ഹിറ്റെന്നല്ല മെഗാ ഹിറ്റായി. ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ മനസ്സിലോർത്തത് എൻ്റെ മാതാവിന് ഈ പാട്ട് എഴുതി മാതാവിനെ മഹത്വപ്പെടുത്തി ലോകം മൊത്തം അറിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ മാതാവ് തിരിച്ചെനിക്കൊരു സമ്മാനം തന്നത് എൻ്റെ പാട്ട് ലോകം മൊത്തം അറിയിപ്പിച്ചു. അതിനുശേഷം ഇത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴാണ് റിലീസാവുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോൾ ഒക്കെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, ഇല്ലടാ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് മുൻപായിട്ട് ആ പടം റിലീസാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതെനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡിസംബർ 5-ാം തീയതി തന്നെ ആ പടം ഹിറ്റായി, ആ പടം റിലീസായി. അതിപ്പോൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ, എനിക്ക് ഫോൺ താഴെ വയ്ക്കാനുള്ളൊരു സമയമില്ല, അത്രയ്ക്ക് ആരാധകരും എന്നെ അറിയാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ചൊരുപാട് എനിക്ക് ഓടി വന്ന് മാതാവിനോട് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത അന്നാണ് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ വന്നു. 7.5 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അത്രയേറെ എന്നെ മാതാവ് മഹത്വപ്പെടുത്തി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ചേട്ടനോടും ഇതിനെനിക്കൊരവസരം ഉണ്ടാക്കി തന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇനിയും മാതാവിനെ ഉടമ്പടി ജീവിതം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഭക്ഷണം വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ മക്കളെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് മാതാവ് അതിനുള്ള കൃപ നൽകണം. ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലവും
തേനും ഒക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ, മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കയ്യിൽ പിടിച്ച് ആദ്യമായിട്ടാണ്. ഞാൻ സ്റ്റേജിലൊന്നും പെർഫോം ചെയ്തിട്ടില്ല, എങ്ങും പോയി പാടിയിട്ടില്ല. ഞാൻ പാടുന്ന പാട്ടൊക്കെ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ വാനോളം ഉയർത്തിയതുപോലെയാണ് സിന്ധു ഡെൽസൺ. ഇപ്പോൾ ഒന്നടിച്ചു കൊടുക്കുമ്പോൾ, എവിടെ ഒന്നടിച്ചു കൊടുത്താലും എല്ലാ മീഡിയാസിലും എൻ്റെ പേരും പാട്ടുകളൊക്കെ വരുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നേ. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ പത്രം കിട്ടുമ്പോൾ അതെല്ലാം ഓരോ വീടുകളിലാണ് നടന്ന് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ ആഴ്ചയിൽ ഇവിടെ വരും. ഈ 2 ദിവസം മുമ്പ് വന്ന് 3-4 കെട്ടുകൾ പത്രം മേടിച്ചിട്ട് വന്ന് ഒരു ദിവസം പോലും വീട്ടിൽ വയ്ക്കാതെ പിറ്റേ ദിവസം തന്നെ നടന്ന് സൈക്കിളിൽ പോയി എല്ലാ വീടുകളിലും ഓരോ വീടുകളിലും ഓരോ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട്, ഞങ്ങളവിടെ ഒരാളുണ്ട് അവിടെ, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് മാനസിക രോഗികൾക്ക്, അതായത് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം മേടിക്കാൻ പോകാൻ ഈ രോഗികളെ ഇരുത്തിക്കൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി ഭക്ഷണപ്പൊതി കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം അത് വേറെ തന്നെയാണ്. അങ്ങനെ 2 ആഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ 10-20 പൊതി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ മീഡിയാസിൽ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കിഡ്നി പേഷ്യൻ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്നെക്കൊണ്ട് കഴിയണ രീതിയിൽ ഞാൻ അതിലൂടെയും കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വായ കൊണ്ട്, അതായത് ഒരാളോട് എനിക്ക് നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നതാണ്, അത് എങ്കിലും ഞാൻ പറയുകയാണ്. എൻ്റെ ഈ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഫ്ലോപ്പായ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാനിവിടെ ഉടമ്പടി ആദ്യം എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ആ ജീവിത രീതി അറിയാവുന്ന ആൾക്കാർ ഇവരെങ്ങനെ എത്തിയെന്ന് അറിയുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനെ കൂടുതൽ മഹത്വപ്പെടുത്താൻ, ഞാൻ വായിൽ എന്താ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ ഞാൻ സ്നേഹത്തോടുകൂടി മാതാവിനെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ഒരുപാട് പേര് എൻ്റെ ഇത് കണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ വയ്യാത്ത ചേട്ടനാണെങ്കിൽ വയ്യാതെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ വയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അവർക്ക് തൈലോട്ട് പ്രാർത്ഥിച്ച് കൊടുക്കും. ഭയങ്കര ഇതാണ്. എൻ്റെ ചേട്ടനാണ് എന്നെക്കാൾ കൂടുതൽ ആത്മീയതയിൽ, ഞങ്ങൾ കുടുംബത്തോടെ പ്രാർത്ഥന എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയും ഉടമ്പടിയിൽ ജീവിക്കാനും ഉടമ്പടിയോടെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ കൂടുതൽ ആത്മീയതയിൽ വളർത്തുവാനും സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോടും പരിശുദ്ധ യേശുപ്പച്ചനോടും 1000 നന്ദി. ആത്മീയമായിട്ടെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഞാൻ കുമ്പസാരിക്കും, പിന്നെ ബൈബിള് വായിക്കും. മറ്റുള്ള പത്രം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മടിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 100 കെട്ട് പത്രം ഞാൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 7ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത്. അതിൻ്റെ ഉള്ളിൽ അത്രയും പത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗികളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതുക്കിയപ്പോൾ ഞാനൊരു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു കേബിളിൻ്റെ വർക്ക് പോകണ ഒരു പയ്യൻ, അവൻ ഷോക്കടിച്ചിട്ട് അരയ്ക്ക് താഴെ തളർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ മകൻ്റെ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിയോഗം വെച്ചത്. അപ്പോൾ ആ മകന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ രോഗികളെ കാണാൻ പോകുമ്പോഴും ഒരു വീട്ടിലെ ഒരു മോൻ സ്ട്രോക്ക് വന്ന് തളർന്ന് ഒരു ഇടത്തെ കൈയും കാലും തളർന്നിരിക്കുകയാണ്. ആ മകനും നമ്മൾ അങ്ങനെ ആ മകനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊക്കെ നമ്മൾ നിയോഗത്തിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ മറ്റുള്ള കാരുണ്യപ്രവർത്തികളാണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ടും ഒക്കെ ഞങ്ങൾ തന്നെ ഇത്രയും അനുഗ്രഹം തന്ന ഞങ്ങൾക്ക്, ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58-ാം അധ്യായം 11-ാം തിരുവചനമാണ് നാം കേട്ടത്. സിന്ധു എന്ന മകളുടെയും കുടുംബത്തിൻ്റെയും പ്രത്യക്ഷീകരണ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ദൈവാനുഭവമാണ്, സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ദൈവം നമ്മെ നിരന്തരം നയിക്കുന്ന വഴികളും ശരിയായ പാത കാണിച്ചു തരുന്നതുമാണ് ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലുകളും
ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യം പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുവാനായിട്ടും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനുമായിട്ടാണ് ഈ മകൾ ആദ്യം പാട്ട് എഴുതിയത്. പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല പാട്ടാണ് കൃപാമതിയെ കൃപാമതിയെ എന്നുള്ളൊരു പാട്ട്. മകൻ പറഞ്ഞു അമ്മയോട് കുറച്ചും കൂടെ ശരിയാകാനുണ്ട്. പിന്നീടാണ് മകൻ വേറൊരു കാര്യവുമായി വന്നത്, ഒരു പുതിയൊരു പാട്ട്, ഒരു മൂവിയിലേക്ക്. ആ പാട്ടിൻ്റെ ലിറിക്സ് വീഡിയോ 7th നവംബറിലാണ് റിലീസായത്. 7ാമത്തെ തീയതി കാണിച്ചാണ് എപ്പോഴും ഈ മകളുടെ കാര്യത്തിൽ പല പ്രാവശ്യവും അമ്മയുടെ ഇടപെടലുകൾ ഈ മകൾക്ക് മനസ്സിലായത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സമയചുരുക്കത്തിൻ്റെ അമ്മ ഇവിടെയും ഈ മകൾക്ക് 7 എന്ന ഡേറ്റിലൂടെ പല കാര്യങ്ങളും നടത്തിക്കൊടുത്തു. ഒക്ടോബർ 26-ാം തീയതി ജന്മദിനത്തിന് പോലും അമ്മയോട് ഒരു ഗിഫ്റ്റ് ചോദിച്ചിരുന്നു. ആ ഗിഫ്റ്റും അമ്മ കൊടുക്കാൻ മറന്നില്ല. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. ആ മകൾ പറഞ്ഞ പോലെ 7.5 മണിക്കൂർ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ, പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ഒരു നോക്ക് കാണാൻ, ഒന്ന് തൊടുവാൻ 7.5 മണിക്കൂർ ലൈനിൽ നിന്ന് ഈ മകള് 2:30 ആയപ്പോഴാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്ത് ഈ മകള് പരിശുദ്ധ അമ്മയുടെ അരികിലെത്തിയത്. അന്നത്തെ ദിവസം 2 മണിക്കാണ് ഇൻ്റർവ്യൂ ആയിരുന്നത്. ആ ദിവസത്തെ ഇൻ്റർവ്യൂ മാറ്റിവെച്ച് 4 മണിക്കത്തേക്കാക്കി. സമയചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. നമ്മുടെ ഓരോ സമയവും പരിശുദ്ധ അമ്മയ്ക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു, മക്കൾ എവിടെയാണ്, മക്കൾക്ക് എന്താണ് കാര്യം, അതെല്ലാം ഈശോയോട് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം നടന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഈ മകളുടെ സെലക്ഷനായി. ഇപ്പോൾ ആ മൂവി ഇപ്പോൾ ഹിറ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോയും പരിശുദ്ധ അമ്മയും നമ്മളുടെ ഓരോ കാര്യത്തിലും ഓരോ നിമിഷവും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ്. നമുക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും അവരുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം ഭക്തിയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. സിന്ധുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹത്തിനും കൃപകൾക്കും നമ്മൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവ